രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ അടുത്തിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷൻ അവസാനിച്ച രീതിയും അതിനു പിന്നിൽ നമ്മൾ കണ്ട കാഴ്ചകളും ഏതൊരു ജനാധിപത്യ വിശ്വാസിയെയും അമ്പരപ്പിക്കുന്നതാണ്. ഏകദേശം 18 ദിവസത്തോളം നീണ്ടുനിന്ന പാർലമെൻറ്റ് സമ്മേളനം അവസാനിപ്പിച്ച് ജനപ്രതിനിധികൾ പിരിഞ്ഞു പോകുമ്പോൾ രാജ്യം കണ്ടത് ചരിത്രത്തിൽ ഇതുവരെയില്ലാത്ത ചില നാണംകെട്ട സംഭവ വികാസങ്ങളാണ്. ഒരു ജനാധിപത്യ മര്യാദയുമില്ലാതെ പ്രതിപക്ഷവും രാജ്യത്തെ ജനങ്ങളും നിരന്തരമായി ഉന്നയിച്ച നിരവധിയായ ചോദ്യങ്ങൾക്ക് ഒരു വിധത്തിലുള്ള മറുപടിയും നൽകാതെ എല്ലാവിധ ഭരണഘടനാ മൂല്യങ്ങളെയും പൂർണ്ണമായി കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സഭ തിടുക്കത്തിൽ അവസാനിപ്പിച്ച് ഭരണകൂടം മടങ്ങിയത്. നമ്മൾ ഇന്ത്യയുടെ മുൻകാല പാർലമെന്ററി ചരിത്രം പരിശോധിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. 2002 ഗുജറാത്ത് കലാപം നടന്ന സമയത്ത് അന്നത്തെ BJP പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പാർലമെന്റിനകത്ത് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഗുജറാത്തിൽ സ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമങ്ങളെയും ആൾക്കൂട്ട ആക്രമണങ്ങളെയും എണ്ണിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്ന് സഭയിൽ തുറന്നു പറഞ്ഞത്, ഇത്തരം വിദ്വേഷങ്ങൾക്കും അക്രമങ്ങൾക്കും നമ്മൾ കൃത്യമായ മരുന്ന് നൽകിയില്ലെങ്കിൽ, ഇതിന് ചികിത്സ നൽകിയില്ലെങ്കിൽ ഇത് രാജ്യത്തെ എല്ലാത്തിനെയും കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ അപകടമായി മാറും എന്നായിരുന്നു. അന്ന് സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തെക്കുറിച്ച് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകാൻ വാജ്പേയി എന്ന പ്രധാനമന്ത്രി തയ്യാറായിരുന്നു. വാജ്പേയി ഭരിക്കുമ്പോൾ രാജ്യത്ത് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല. കലാപങ്ങളും ആൾക്കൂട്ട ആക്രമണങ്ങളും സർവത്ര ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് വാജ്പേയി അന്ന് ഭയന്ന ആ അപകടം രാജ്യത്ത് പൂർണ്ണമായി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നാടൊട്ടുക്കും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ എറിഞ്ഞ് ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇനി ഈ മൺസൂൺ സമ്മേളനത്തിൻ്റെ അവസാന ദിവസം എന്താണ് പാർലമെന്റിൽ സംഭവിച്ചത് എന്ന് നോക്കൂ. ദിവസങ്ങളായി സഭയിൽ വരാതിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അവസാന ദിവസം സഭയിലേക്ക് എത്തുന്നു. ഇത്രയും ദിവസം മാറി നിന്ന പ്രധാന ഭരണാധികാരികൾ സഭയിലേക്ക് എത്തുമ്പോൾ രാജ്യം ഒന്നടങ്കം കരുതിയത് രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന 1000 ചോദ്യങ്ങൾക്ക് ഇരുവരും മറുപടി പറയുമെന്നാണ്. ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാൻ എന്തെങ്കിലും വിചാരണയോ പ്രസ്താവനയോ നടത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ അവിടെ നടന്ന വിരോധാഭാസം എന്താണ്? സ്പീക്കർ ഓം ബിർള കസേരയിലേക്ക് എത്തുന്നു. സാധാരണ ഒരു സഭാ സമ്മേളനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ സ്പീക്കർ നടത്തുന്ന അവലോകന സംസാരിക്കലുകളോ പ്രസംഗങ്ങളോ ഒന്നുമില്ലാതെ പെട്ടെന്ന് വന്ദേമാതരം ആലപിക്കുന്നു, സഭ എന്നേക്കുമായി അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിലിരിക്കെ വിത്തിൻ സെക്കൻഡിലാണ് സഭാ നടപടികൾ ചുരുക്കി സഭ പിരിച്ചുവിട്ടത്. ചോദ്യങ്ങൾക്ക് മറുപടി പോയിട്ട് കമാന്നൊരക്ഷരം പോലും മിണ്ടാൻ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ തയ്യാറായില്ല. ഭരണാധികാരികൾ ഇത്രയധികം ഭയത്തോടും ഭീരുത്വത്തോടെയും പെരുമാറിയ മറ്റൊരു സന്ദർഭം ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ ഇപ്പോഴും മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. എന്നാൽ മറുപടി പറയാൻ ഇവർക്ക് കഴിയില്ല. കാരണം രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഉയർത്തിയ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും തങ്ങളുടെ കസേരയിൽ നിന്ന് ഇറങ്ങി താഴെ പോകേണ്ടി വരും എന്ന ബോധ്യമാണ് അവരെ ഭയപ്പെടുത്തുന്നത്. ഇവരെയാണോ നിങ്ങൾ ചാണക്യൻ എന്ന് വിളിക്കുന്നത്? ചാണക്യനുമല്ല, ഒരു മണ്ണാങ്കട്ടയുമല്ല, ഇതൊരു ചാണക്യ ബുദ്ധിയുമല്ല. പണം കൊടുത്ത് പർച്ചേസ് ചെയ്ത കസേരകളിൽ ഇരിക്കുന്ന ഭീരുക്കളുടെ പരിപാടിയാണിത്. നേരായ വഴിയിലൂടെ വിജയിച്ചു വരാൻ കഴിയാത്തതുകൊണ്ട് രാമക്ഷേത്രം കൊള്ളയടിച്ച പണം കൊണ്ടും രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് പൊതുമുതൽ വാരി വിതറി നൽകി അവരുടെ പിൻബലത്തിലും അധികാര കേന്ദ്രങ്ങളെ വിലയ്ക്ക് വാങ്ങിയ ആളുകളാണ് ഇവരെല്ലാം. അതുമാത്രമല്ല, രാജ്യത്ത് ഗോമാതാവിനെ കുറിച്ച് സംസാരിക്കുന്ന ഇവർ അതേ ഗോമാതാവിനെ അറുത്ത് തുണ്ടം തുണ്ടമാക്കി പാക്കറ്റിലാക്കി ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ച് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയ പണത്തിൻ്റെ പിൻബലത്തിലാണ് ഈ അധികാര കസേരകൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിച്ച് ഇലക്ഷൻ കമ്മീഷനെ പോലെയുള്ള സ്വതന്ത്ര സംവിധാനങ്ങളെ കാൽക്കീഴിലാക്കി പ്രധാനമന്ത്രി കസേര വിലയ്ക്ക് വാങ്ങിയ ആളുകൾ എങ്ങനെയാണ് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയാൻ സാധിക്കുന്നത്? പ്രധാനമന്ത്രി സോഷ്യൽ മീഡിയയിൽ വിദ്യാർത്ഥികളെ അനുകരിച്ചുകൊണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ
തുടങ്ങിയ ട്രെൻഡിംഗ് റീലുകൾ ഉണ്ടാക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട്. വിദ്യാർത്ഥികളെ കോപ്പിയടിച്ച് റീൽസ് ഉണ്ടാക്കാൻ സമയം കണ്ടെത്തുന്ന പ്രധാനമന്ത്രിക്ക് രാജ്യത്തിന്റെ പരമോന്നത ജനാധിപത്യ സഭയായ പാർലമെന്റിൽ ജനപ്രതിനിധികൾ ചോദിക്കുന്ന ഗൗരവകരമായ കാര്യങ്ങൾക്ക് മറുപടി നൽകാൻ ത്രാണിയില്ലേ? ഇതാണോ നിങ്ങളുടെ വിശ്വഗുരു? ഇത് വിശ്വഗുരുവോ ചാണക്യനോ ഒന്നുമല്ല, വെറും സംഘപരിവാറിന്റെ പ്രചാരണങ്ങൾ മാത്രമാണ്. സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ: ആരാണ് വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ നിർദ്ദേശം നൽകിയത്? തങ്ങളുടെ അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങി സമരം ചെയ്ത വിദ്യാർത്ഥികളെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സേനയും RSS ഗുണ്ടകളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചപ്പോൾ, പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചപ്പോൾ, ബീഹാറിൽ വിദ്യാർത്ഥികൾക്ക് നേരെ AK-47 വരെ പ്രയോഗിച്ചപ്പോൾ, എത്രയോ യുവാക്കളുടെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ആ ആക്രമണത്തിന് നിർദ്ദേശം നൽകിയത് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ നിങ്ങളാണോ അല്ലയോ എന്ന ഒരൊറ്റ ചോദ്യം. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ അമിത്ഷായ്ക്ക് കഴിഞ്ഞു. ആ മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്രയും ദിവസം മാളത്തിൽ ഒളിച്ചതും അവസാന ദിവസം പുറത്തു ചാടി സെക്കൻഡുകൾക്കുള്ളിൽ സഭ അവസാനിപ്പിച്ച് വീട്ടിൽ പോയതും. പഴയകാലത്ത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത് രക്ഷപ്പെട്ട സവർക്കർ, സ്വയം വീർ സവർക്കർ എന്ന് വിശേഷിപ്പിച്ച് സെൽഫ് ബ്രാൻഡിംഗ് നടത്തിയതുപോലെയാണ് ഇന്ന് ഈ ഭരണാധികാരികൾ സ്വയം വിശ്വഗുരു എന്നും ചാണക്യനെന്നും വിശേഷിപ്പിക്കുന്നത്. എന്നാൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീരുക്കളാണ് ഇവരെല്ലാം. രാജ്യത്തെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും അട്ടിമറിച്ച് സഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പിരിഞ്ഞുപോയ ഇവർ ആരെയാണ് പറ്റിക്കുന്നത്? കാലുനക്കികളായ ആ പഴയ ഭീരുക്കളെ വേട്ടയാടിയ അതേ ഭയം തന്നെയാണ് ഇന്നും സംഘപരിവാറിനെയും ഈ ഭരണകൂടത്തെയും നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യമുള്ള കാലത്തോളം ഈ ഭയം ഇവരെ വേട്ടയാടുക തന്നെ ചെയ്യും. അധികാരവും പണവും ഉപയോഗിച്ച് എത്ര വലിയ കസേര സ്വന്തമാക്കിയാലും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും രാജ്യത്തിന് വേണ്ടി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഈ ഒളിച്ചോട്ടം കൊണ്ട് മാത്രം സംഘപരിവാറിന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ചോദ്യങ്ങളിൽ നിന്നുള്ള ഈ ഒളിച്ചോട്ടം താൽക്കാലികമായി രക്ഷ തന്നേക്കാം, എന്നാൽ ജനകീയ വിചാരണയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല.